Dear students, today I want to discuss the type of vectors. നമ്മുടെ ആ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുന്നേ how we can represent a vector quantity. So keep in mind, already we know a vector got magnitude and direction. The magnitude is represented by a straight line. So if it is say 10 Newton, then the 5 Newton is represented like this one. See, the direction is represented by the arrow. So that is, in notation we can say, so this is f, we can say f vector. So that is the notation of a vector, representation of a vector. So at first, we can just discuss the first very important one. What do you mean by equal vectors? വളരെ പ്രധാനപ്പെട്ട ചില ആസ്പെക്ട്സുകൾ നമുക്ക് പഠിച്ചു പോവാം. എന്താണ് ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയാം? As the word implies, the two vectors we can say they are equal. So വെക്ടറുകൾ ഈക്വൽ ആകണമെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം, ഡയറക്ഷൻ സെയിം ആയിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ട് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് ദിസ് വൺ. സോ ഇത് വെക്ടർ എ ആണെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പറയാം ബിയും ഒരേ ഡയറക്ഷനാണ്, ഒരേ മാഗ്നിറ്റ്യൂഡാണ്. സോ ഈ രണ്ട് വെക്ടറുകളും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. സോ ഈക്വൽ വെക്ടേഴ്സ് മീൻസ് ദേ ഗോട്ട് the same direction and the same magnitude and same direction. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം? ഒരു രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സപ്പോസ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു എന്നിരിക്കട്ടെ, വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്ടേഴ്സ്? സോ വൺ വെക്ടർ ഈസ് ദിസ് വൺ ആൻഡ് another vector is like this one. So this is a vector and this is b vector. നമ്മൾ അറിയാതെ നമ്മൾ പറഞ്ഞു ഇതാണ് അവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്. പക്ഷെ ആംഗിളുകൾ കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും രണ്ടിൻ്റെയും ഇനിഷ്യൽ പോയിന്റ്സുകൾ യോജിപ്പിക്കണം എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു വെക്ടറിൻ്റെ ഇനിഷ്യൽ പോയിന്റ് ഇതാണ്, ബിയുടെ ഇനിഷ്യൽ പോയിന്റ് ഇതാണ്. അപ്പോൾ നമ്മൾ ഇവനെ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ അവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇതായിട്ട് മാറും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു വെക്ടറുണ്ട്, ഇങ്ങനെ ഒരു വെക്ടറുണ്ട്. ഇവ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? അപ്പോൾ നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു വെക്ടറിനെ നമ്മൾ സ്ലൈഡ് ചെയ്തിട്ട്, സോ ഒരു വെക്ടർ എന്ന് പറയുന്നതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം അവൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറാതെ അവനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. എ വെക്ടർ ക്യാൻ മൂവ് ഫ്രം വൺ പോയിന്റ് ടു അനദർ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അങ്ങനെ വരുമ്പോൾ ഈ വെക്ടറിൽ നമ്മൾ ഇവൻ്റെ ഈ ഇനിഷ്യൽ പോയിന്റിനെ കൊണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഈസിയോടെ നമുക്ക് പറയാൻ പറ്റും 180 ഡിഗ്രി. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ രണ്ട് ഇനിഷ്യൽ പോയിന്റുകളെയും ഒരുമിച്ചാൽ നമുക്ക് അവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഉറപ്പിച്ചു പറയാം 0 ഡിഗ്രി ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് വെക്ടറായിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഇറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് വെക്ടേഴ്സ്. നെഗറ്റീവ് വെക്ടേഴ്സ് ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ രണ്ട് വെക്ടറുകളാണ്, പക്ഷേ നെഗറ്റീവ് ആയിരിക്കണം. നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എ ഗുഡ്. അപ്പോൾ ഇത് -a ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഒരു വെക്ടർ ദ സെയിം മാഗ്നിറ്റ്യൂഡ് ഇറ്റ് ഈസ് ആക്ടിങ് ടുവേഴ്സ് നോർത്ത്. ഓക്കെ ഫൈൻ, 10 ന്യൂട്ടൺ ഫോഴ്സ് ഈസ് ആക്ടിങ് ടുവേഴ്സ് നോർത്ത്. ബട്ട് -10 ന്യൂട്ടൺസ് നോർത്ത്, ദാറ്റ് മീൻസ് സൗത്ത് ഡയറക്ഷനിലെ 10 ന്യൂട്ടൺ ഫോഴ്സിന് നമുക്ക് അതിൻ്റെ നെഗറ്റീവ് വെക്ടറായിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ഇവ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ മാതിരി തന്നെ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. തേർഡ് വൺ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസാണ് കൊളീനിയർ വെക്ടേഴ്സ്. എന്താണ് കൊളീനിയർ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മീനിങ്? ഇപ്പോൾ കൊളീനിയർ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, see the case.
ഇപ്പോൾ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു ലൈനിലുള്ള വെക്ടേഴ്സ്, അത് പലതരത്തിൽ നമുക്കറിയാം. സി നമുക്കൊരു നാല് വെക്ടേഴ്സ്. സോ വി ക്യാൻ സേ, സോ ഇത് രണ്ടും got the same direction. B and C are along a line but opposite direction. They need not be the magnitude become equal. അവരുടെ magnitude same ആകണമെന്നുമില്ല. So we can say the vectors along a line are called collinear vectors. What are the angle between them? So specifically A and B makes an angle of 0 degree, but B and C makes an angle of 180 degree. So that is a very important concept. So for a collinear vectors, the vectors may be got the angle as a 0 or 180. Then what do you mean by the fourth one? Coplanar vectors. The vectors acting in a plane. ഒരു പ്ലെയിനിലുള്ള വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് കോപ്ലനാർ വെക്ടേഴ്സ് എന്ന് പറയും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന റൈറ്റിംഗ് പാഡ് ഈസ് എ പ്ലെയിൻ. അവിടെ നമ്മൾ വരച്ചിരിക്കുന്ന എ ബി സി ഡിയും ഇ എയും ഇ എ ബിയും എല്ലാം കോപ്ലനാർ വെക്ടേഴ്സാണ്. സോ ഇന്ന പ്ലെയിനിലുള്ള വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് കോപ്ലനാർ എന്ന് പറയുക. അപ്പോൾ അവ തമ്മിൽ ഉള്ള ആംഗിൾ എന്താണ്? ഇപ്പോൾ ഈ രണ്ട് വെക്ടറുകളും തമ്മിൽ എടുത്താൽ 0 ഡിഗ്രിയാണ്. ഇവ തമ്മിൽ 90 ആയി, ഇത് തമ്മിൽ 180 ആയി, ഇവ തമ്മിൽ 270 ആയിട്ട് നമ്മൾ പറയാറില്ല. ആംഗിൾ ബിറ്റ്വീൻ ദം എന്ന് പറയുന്നത് 90. അപ്പോൾ 0 മുതൽ 180 ഡിഗ്രി വരെയുള്ള ഏത് ആംഗിളുകളും അവ തമ്മിൽ പരസ്പരം ഉണ്ടാകുമെന്നുള്ള കാര്യം ദയവ് ചെയ്ത് ഓർക്കുക. വളരെ പ്രധാനപ്പെട്ട കേസസ് ആണ്. അപ്പോൾ അടുത്ത് ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു ടൈപ്പ് രണ്ട് ഗ്രൂപ്പിനെ പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും വെക്ടർ ഓൾജിബ്രയുമായിട്ട് ബന്ധപ്പെട്ട ടൈപ്പ് ഓഫ് വെക്ടേഴ്സിലേക്ക് നമുക്ക് കടക്കാം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രൂപ്പുകളെ കുറിച്ചാണ് സംസാരിക്കുക. അതിലൊന്ന് നമ്മുടെ ഓൾ ഇന്ത്യ എഞ്ചിനീയറിങ്ങിലും അതോടൊപ്പം നീറ്റ് പരീക്ഷയ്ക്ക് മുന്നത്തെ ഓൾ ഇന്ത്യ PMTക്കും ഒക്കെ ചോദിച്ച ചില കേസസ് ആണ്. ഒന്ന് പോളാർ വെക്ടേഴ്സ് എന്ന് നമുക്ക് പറയാം. And another one, the sixth one, it is called axial vectors. Interpretation വളരെ സിമ്പിളാണ്. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമെന്ന് പറയുന്നത് ലീനിയർ മോഷനിലെ വെക്ടേഴ്സ് എന്ന് പറയുന്ന നമുക്ക് ആ ലീനിയർ മോഷൻ പഠിക്കാൻ വേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ടേമുകളുണ്ട്. ഒന്ന് we can say as a displacement, and the next one as velocity, that is momentum, force, acceleration. They are needed. അപ്പോൾ ഈ വെക്ടേഴ്സിനെല്ലാം ഒരു പ്രത്യേകതയുള്ളത്, these vectors are acting along the direction of motion of the body. അത്തരം വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് പോളാർ വെക്ടേഴ്സ് എന്ന് പറയാം. ബട്ട് ദ ആക്സിയൽ വെക്ടേഴ്സ് മീൻസ് സർക്കുലർ മോഷനിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടേഴ്സ് നമുക്കറിയാം. ഡിസ്പ്ലേസ്മെൻറ്റിന് പകരമായിട്ട് ആങ്കുലാർ ഡിസ്പ്ലേസ്മെൻ്റ് എന്നൊരു ടേം, വെലോസിറ്റിക്ക് പകരമായിട്ട് ആങ്കുലാർ വെലോസിറ്റി, മൊമെൻറ്റത്തിന് പകരമായിട്ട് ആങ്കുലാർ മൊമെൻറ്റം, ഫോഴ്സിന് പകരമായിട്ട് ടോർക്ക്, ആക്സിലറേഷന് പകരമായിട്ട് ആങ്കുലാർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ രൂപത്തിൽ ബോഡി മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് വലത് കൈവിരലുകളെ ചുഴറ്റിയാൽ, if you curl your right hand fingers in the direction of motion of the body, then the thumb will indicate the direction of such vectors. So that are acting along the axis, and hence the name as axial vectors. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. So polar vectors, it is for the linear motion, and axial vectors, that is for the circular motion, and are acting along the axis of rotation. So the seventh one, it is a very very important type of vector. നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ പഠിക്കേണ്ടത്, നമ്മുടെ പരീക്ഷയ്ക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അതിനെ വിളിക്കുന്ന പേരിതാണ് യൂണിറ്റ് വെക്റ്റർ.
അതിൻ്റെ പേര് പറയുന്ന മാതിരി തന്നെ യൂണിറ്റ് വെക്ടേഴ്സ് മീൻസ് ദ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. അതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് സോ ദ മാഗ്നിറ്റ്യൂഡ് ഈസ് 1, ദാറ്റ് മീൻസ് അതിന് പ്രിഡോമിനൻ്റ് എഫക്റ്റ് വരുന്നത് അവൻ്റെ ഡയറക്ഷനാണ്. പിന്നെ ഒരു വെക്ടറിനുള്ളത് ഡയറക്ഷൻ മാത്രമാണ്. സോ ദ പേർപ്പസ് ഈസ് ടു റെപ്രസെൻറ്റ് ദ ഡയറക്ഷൻ, ടു റെപ്രസെൻറ്റ് ദ ഡയറക്ഷൻ, represent the direction of a particular vector. വളരെ കൃത്യതയോടെ നമുക്ക് പറയാം ത്രൂ വൺ എക്സാമ്പിൾ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വെലോസിറ്റിയെ പറ്റി നമ്മൾ സംസാരിച്ചായിരുന്നു. സോ ദാറ്റ് വിൻഡ് ഈസ് ബ്ലോയിങ് വിത്ത് എ വെലോസിറ്റി as 55 km/h towards the north direction. So this much must become 1. Then that velocity got only the direction. So in order to represent north, we are using the unit vector concept. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? സി, ഡയറക്ഷനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ യൂണിറ്റ് വെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ, വെലോസിറ്റിയുടെ യൂണിറ്റ് വെക്ടറിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് ഇത് 55, ദാറ്റ് ഈസ് കോൾഡ് ദ മാഗ്നിറ്റ്യൂഡ്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. So that is represented as, this is a vector, by putting a parallel line. So magnitude either representing v only, or we can represent the modulus of v. So this is the magnitude representation. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ വെലോസിറ്റിക്ക് എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം? അതിന് 2 ഭാഗങ്ങളുണ്ട് എന്ന് നമുക്ക് പറയാം. ഒന്ന് മാഗ്നിറ്റ്യൂഡ്. ആ മാഗ്നിറ്റ്യൂഡ് നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തു. പിന്നെ ഡയറക്ഷൻ, ആ ഡയറക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് വി ക്യാപ്. സോ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ശക്തമായിട്ട് നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കണം, എങ്ങനെയാണ് ആ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്? വി ക്യാപ്, ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. ആ നോർത്ത് ഡയറക്ഷൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? വളരെ സിമ്പിളാണ്. ആ വെക്ടർ എന്താണോ അത് നമ്മൾ അവിടെ എഴുതുക, ദ ഡിവിഷൻ ബൈ അതിൻ്റെ മോഡുലസ്. ആ മോഡുലസ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? യെസ്, വെക്ടർ വി ബൈ മോഡുലസ് ഓഫ് വി. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്നിരിക്കട്ടെ, അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക? ആ വെക്ടർ ഏതെന്ന് നമ്മൾ കണ്ടുപിടിക്കുക, അതിൻ്റെ ഡിവിഷൻ ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദിസ് വൺ. സോ ഡയമെൻഷനലി വി ക്യാൻ സേ ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റി വിത്ത് നോ ഡയമെൻഷൻ ആൻഡ് നോ യൂണിറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ഇത് ബേസ് ചെയ്ത് നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിനകത്ത് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് ആണുള്ളത്. നമ്മുടെ എക്സ് വൈ സെഡ്. So we can say like this one, the x-axis, okay, say this is x, this is y, this is z. So the mutually perpendicular Cartesian axis. So ഈ ഡയറക്ഷൻ എപ്പോഴും ഒരു ഡയറക്ഷനാണ്, ഈ എപ്പോഴും ഇതാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന നൊട്ടേഷൻസ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ എക്സ് ആക്സിസിലേക്കുള്ളത് ഐ ക്യാപ്പ് ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. വൈ എന്ന് പറയുന്നത് ജെ ക്യാപ്പും ഇസഡ് എന്ന് പറയുന്നത് കെ ക്യാപ്പ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. സോ that vectors, the unit vectors along x-axis, y-axis and z-axis, that are all are called, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടേമാണ് അതിന് ഉപയോഗിക്കുന്നത്, ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് നമ്മൾ പറയും. ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. സോ ദ വെക്ടേഴ്സ് ആക്ടിങ് along x, y and z axis. അപ്പോൾ അവ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ടാണ് അതിനെ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയാം. നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഓർക്കണം, എക്സ് ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഡയറക്ഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ ഐ ആണ്. അപ്പോൾ വൈ ആക്സിസ് എന്ന് പറയുന്നത് ജെ ആണ്, ഇസഡ് ആക്സിസ് എന്ന് പറയുന്നത് കെ ക്യാപ്പാണ്. അങ്ങനെയാണെങ്കിൽ മൈനസ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷൻ കൊണ്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഓർക്കണേ, മൈനസ് ഐ, അതിൻ്റെ നെഗറ്റീവ് വെക്ടർ. അപ്പോൾ നമുക്ക് നെഗറ്റീവ് വൈ ആക്സിസ് എന്ന് പറയുന്നത് മൈനസ് ജെ ആയിട്ടും നമ്മുടെ നെഗറ്റീവ് സെഡ് എന്ന് പറയുന്ന ഡയറക്ഷൻ മൈനസ് കെ ആയിട്ടും റെപ്രസെൻ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് കോൾഡ് ദ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റിലേക്കാണ് അടുത്ത് നമ്മൾ പോകുന്നത്. അതിനെ വിളിക്കുന്ന അടുത്ത ടൈപ്പ് ഓഫ് വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? സീറോ വെക്ടർ. നമുക്കറിയാം, വി സെഡ് ആസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ബട്ട് വെൻ an object is thrown upward and come to the initial position, സപ്പോസ് എച്ച് എന്ന് പറയുന്ന ഒരു ഹൈറ്റ് പോയിട്ട് തിരിച്ചതിൻ്റെ പൊസിഷനിലേക്ക് വന്നു എന്നിരിക്കട്ടെ.
സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. പക്ഷേ ഇവിടെ വാല്യൂ എന്തായി മാറി? 0. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 0 ആയിട്ടുള്ള വെക്ടറുകളെ വിളിക്കുന്ന പേരാണ് സീറോ വെക്ടർ എന്ന് പറയാം. മറ്റൊരു വെക്ടർ എന്ന് പറയുന്നത് നൾ വെക്ടർ. പക്ഷേ ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. But we can't say in this case, see, the body is at first moving in the upward direction and then come to the initial position. We can't say, give a definite direction of motion, and hence we can say its direction is indeterminate. Direction is indeterminate. So that is a very important concept. And similarly, we can give another cases also. Suppose a body is moves with a constant velocity. What is acceleration? The change in velocity by time becomes 0. What is the force acting on it? 0. And these are we can treat as null vectors. Very important ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഓർത്തിരിക്കുക. സോ ദ ഫിസിക്കൽ മീനിങ് എപ്പോഴും ഓർത്തിരിക്കണേ, മാഗ്നിറ്റ്യൂഡ് 0 ആണ് എന്നുള്ള കാര്യം ദയവ് ചെയ്ത് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള 8 പോയിന്റുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പറയുന്ന പോയിന്റുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേസസ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിന് മുന്നേ ആ 8 പോയിന്റുകളും ഒന്നുകൂടെ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്താണ് ഈക്വൽ വെക്ടേഴ്സ് എന്ന് നമ്മൾ വിളിച്ചു. ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആ 2 വെക്ടറിനും സെയിം മാഗ്നിറ്റ്യൂഡും സെയിം ഡിറക്ഷനുമാണ്. എന്താണ് നെഗറ്റീവ് വെക്ടേഴ്സ് എന്നുള്ള കാര്യം? നെഗറ്റീവ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം മാഗ്നിറ്റ്യൂഡാണ്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ തമ്മിലുള്ള ആംഗിൾ ഓർത്തിരിക്കുക. ആംഗിൾ കണ്ടുപിടിക്കുന്ന മാർഗം മറന്നു പോകരുത്. എപ്പോഴും ഇനിഷ്യൽ പോയിന്റ്സുകളെ തമ്മിൽ യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ ആംഗിൾ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. എന്താണ് കൊളീനിയർ വെക്ടേഴ്സ് എന്ന് പറയാം? ദ വെക്ടേഴ്സ് ആക്ടിങ് അലോങ് എ ലൈൻ. അവ തമ്മിൽ ഈക്വൽ ആകാം, അൺഈക്വൽ ആകാം, ബട്ട് ഒരേ ലൈനിലായിരിക്കണം. അതുകൊണ്ട് തന്നെ അവ തമ്മിൽ പോസിബിൾ ആകുന്ന കേസസ് 0 ഡിഗ്രി ഓർ 180 ഡിഗ്രി. എന്താണ് കോപ്ലനാർ വെക്ടേഴ്സ് എന്ന് പറയുന്നത്? കോപ്ലനാർ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻ എ പ്ലെയിൻ ആണ്. അപ്പോൾ ഇൻ എ പ്ലെയിൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുമ്പോൾ അതിൽ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും വെക്ടേഴ്സ് ആക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ റൈറ്റും പാഡിലുള്ളതെല്ലാം കോപ്ലനാർ വെക്ടേഴ്സാണ്. അപ്പോൾ അവ തമ്മിലുള്ള ആംഗിൾ ഓഫ് കേസസ് എന്ന് പറയുന്നത് 0 മുതൽ 180 ഡിഗ്രി ആകാം. 2 പ്രധാനപ്പെട്ട എക്സെപ്ഷണൽ കേസസ് ആണ് നമ്മൾ പിന്നെ പറഞ്ഞത്. എന്താണ് പോളാർ വെക്ടേഴ്സും എന്താണ് ആക്സിയൽ വെക്ടേഴ്സും? ദ വെക്ടേഴ്സ് ആക്ടിങ് along the direction of motion of a body are called polar vectors. We can quote the examples as the vectors involved in linear motion. The vectors in circular motion are called axial vectors, meaning the vectors are acting along the axis of rotation. പിന്നെ നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് വന്നു. എന്താണ് യൂണിറ്റ് വെക്ടർ? സോ കീപ് ഇൻ മൈൻഡ് ഇറ്റ് ഗോട്ട് ദ മാഗ്നിറ്റ്യൂഡ് ആസ് യൂണിറ്റി and its purpose is to represent the direction of a particular vector. How we can calculate that unit vector along particular vector? That is represented as v cap, that is equal to vector division by its modulus. So how we can find the unit vector along A? So simply that vector division by that modulus of A. Then we just talk about what we mean by the orthogonal unit vectors. The unit vectors along x, y and z axis. They are with a 90 degree orientation. They are namely as I cap, j cap and k cap. It is very important. Then we said a special concept, what is called the zero vector. What do you mean by the zero vector? So zero vector means a null vector. Its magnitude is 0, but the direction is indeterminate. നമ്മൾ അടുത്ത 9th one വളരെ പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെ ഒരു വെക്ടറിൻ്റെ യഥാർത്ഥ റെപ്രസെൻറ്റേഷനിലേക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ നടക്കുകയാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പൊസിഷൻ വെക്ടർ, അല്ലെങ്കിൽ നമുക്ക് വേണേൽ പറയാം ലൊക്കേഷൻ വെക്ടർ എന്ന് നമുക്ക് വേണേൽ പറയാം. എങ്ങനെയാണ് പൊസിഷൻ വെക്ടറിനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം? ആദ്യം എളുപ്പത്തിന് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് ഒരു XY പ്ലെയിനിലെ ഒരു പോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. ആ പോയിന്റ് P വി കൻ ഡിനോട്ട് ആസ്, അതിനൊരു കോർഡിനേറ്റ് ഉണ്ടെന്നിരിക്കട്ടെ XY എന്ന് പറയുമ്പോൾ X ആക്സിസിലെ Y ആക്സിസിലെ ലൊക്കേഷൻ എന്നർത്ഥം. X എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഒറിജിനിൽ നിന്ന് എലോങ് ദ X ആക്സിസിൽ എത്ര അകലമുണ്ട് എന്ന് കാണിക്കുന്നതാണ് X എന്ന് പറയാം. Y എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്ന് എലോങ് ദ Y ആക്സിസ് എത്ര അകലെ എന്ന് കാണിക്കുന്നതാണ് Y എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ
ഇവിടെ പറയുന്ന പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ലൊക്കേഷൻ ഓഫ് ദ പോയിന്റ് പി ഫ്രം ഒറിജിൻ. ദാ ഇവനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മളുടെ പൊസിഷൻ വെക്ടർ എന്ന് നമ്മൾ പറയാം. അപ്പോൾ ആ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് സേ ആർ എന്ന് റെപ്രസെന്റ് ചെയ്താൽ വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയാം, ഞാനൊരു ട്രയാങ്കിൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ്. അതിന് നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കി. ഇവിടെ ആദ്യം എക്സ് എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് ഉണ്ട്. ഓക്കെ, അവനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, എക്സ് ഉണ്ട്. പക്ഷേ എക്സ് ആക്സിസിലൊരു യൂണിറ്റ് വെക്ടർ നമ്മൾ ഉണ്ടല്ലോ, നമ്മൾ മറന്നുപോയി പോകരുത്, ഐ ക്യാപ്പാണ്. ഞാൻ അതിനെ അപ്പടി റെപ്രസെൻ്റ് ചെയ്തപ്പോൾ എക്സ് ഐ എന്ന് പറയുന്നത് ഒരു വെക്ടറായിട്ട് മാറി. അവൻ്റെ ഡയറക്ഷൻ എക്സ് ആക്സിസ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സിമിലർലി വൈക്ക് ഞാൻ ജെ കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു, കാരണം അവൻ അലോങ് ദ വൈ ആക്സിസ് അല്ലേ. അപ്പോൾ അവനും ഒരു ഡയറക്ഷൻ കിട്ടി. ഞാൻ അവനെ മാഗ്നിറ്റ്യൂഡിനും ഡയറക്ഷനും വ്യത്യാസമില്ലാതെ സ്ലൈഡ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവച്ചു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്നെനിക്ക് തോന്നുന്നു. വളരെ വ്യക്തമായിട്ട് വൈ ജെ എന്ന് പറയുന്ന ഇവനെ മാഗ്നിറ്റ്യൂഡിനും ഡയറക്ഷനും വ്യത്യാസമില്ലാതെ ഇവിടെ കൊണ്ടുവച്ചപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിളായി മാറി. എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ഒരു ട്രയാങ്കിള് ഒരു സൈഡ്, പിന്നെ വൈ എന്ന് പറയുന്ന മറ്റൊന്ന്, പിന്നെ അത് ട്രയാങ്കിൾ എന്ന് പറയുന്ന മറ്റൊന്ന്. സോ ദാറ്റ് ഈസ് വെക്ടർ ആർ. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ഇനി നമ്മുടെ പൊസിഷൻ വെക്ടർ റെപ്രസെൻറ്റേഷനിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം ഇവിടെ ഇച്ചിരി സ്ട്രെസ് ചെയ്യേണ്ടി വരുന്നു. നമ്മൾ ഈ വെക്ടറുകളെ തമ്മിൽ പുതിയൊരു ആൾജിബ്ര പഠിക്കാൻ പോകുന്നതിൽ അഡിഷൻ ഉപയോഗിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തിയറം നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ പറയുന്നത് രണ്ട് വെക്ടറുകൾ ഒരേ ഓർഡറിലാണെങ്കിൽ, ഈ ഒരേ ഓർഡറിലാവുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും വരരുതേ, ഒരു വെക്ടറിൻ്റെ എൻഡ് പോയിന്റ് ആയിരിക്കണം മറ്റേ വെക്ടറിൻ്റെ ഇനിഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എയും ബിയും ഒരേ ഓർഡറിലാണ്, ഒരേ ഡയറക്ഷനിലല്ല, ഒരേ ഓർഡറിലാണെങ്കിൽ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് അവയുടെ റിസൾട്ടൻ്റ് വെക്ടർ ഏതെന്ന് ചോദിച്ചാൽ അവ തമ്മിൽ ഉണ്ടാക്കുന്ന ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന തേർഡ് സൈഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എയുടെ ബിയുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് we can represent it as r equal to a plus b. ഒരിക്കൽ കൂടെ, if two vectors are there, a and b, they are represented as the sides of a triangle in one order, then the resultant is given by the third side but with a reverse order. Same order എന്ന് പറയുന്നത് ഒരു വെക്ടറിൻ്റെ എൻഡ് പോയിന്റ് ആയിരിക്കണം മറ്റേ വെക്ടർ. അപ്പോൾ റിവേഴ്സ് ഓർഡർ എന്ന് പറയുമ്പോൾ നേരെ തിരി. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും ഓർത്തിരുന്നാൽ, സൂക്ഷിച്ചു നോക്കിയാൽ എക്സും വൈയും ഒരേ ഓർഡറിലല്ലേ, എക്സിൻ്റെ എൻഡ് പോയിന്റിലല്ലേ വൈ, എങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് അല്ലേ ആറ്, എങ്കിൽ ആ വെക്ടറിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തൂടെ, ആർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ. അപ്പോൾ ഓർത്തുകൊള്ളണേ, ഒരു ചെറിയ പോയിന്റ് പി ഉണ്ടെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ് എക്സും വൈയും ആണെങ്കിൽ the location of the point P from the origin can be written as xi plus yj. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയാൽ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡായ ആറും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡായ എക്സും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡായ വൈയും തമ്മിൽ നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ പൈതഗോറിയൻ തിയറം നമ്മൾ അപ്ലൈ ചെയ്താൽ ആർ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ പറയാം, ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഈ പോയിന്റ് എക്സ് വൈ അല്ലേ, അതിന് ഇസഡ് ആക്സിസ് കൂടെ ഉണ്ടെങ്കിൽ ദാ ഇവനെ നമുക്ക് വൈ ജെയോടൊപ്പം ഇസഡ് കോർഡിനേറ്റ് ആയിട്ടുള്ള ഇസഡ് കെ ആയിട്ട് കൂടെ എഴുതിക്കൂടെ, എങ്കിൽ അവൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇസഡ് സ്ക്വയർ ആകത്തില്ലേ. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അപ്പം നമ്മുടെ മനസ്സിൽ വളരെ ശക്തമായിട്ട് ഇടപെടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പൊസിഷൻ വെക്ടർ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു നിർത്താം ഇങ്ങനെ. ഇപ്പം നമ്മുടെ ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആക്സിസിലെ ഇൻക്ലൂഡിങ് എക്സ് വൈ ഇസഡ്
ഒരു പോയിന്റ് ഇവിടെ പി പറഞ്ഞാൽ അവൻ്റെ കോർഡിനേറ്റ് എക്സ് വൈ ഇസഡ് ആണെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പറയാം അവൻ്റെ പൊസിഷൻ വെക്ടർ ആർ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് പറയാം എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണെന്ന് പറയാം. അവൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തുമാത്രമുണ്ട്, അല്ലെങ്കിൽ ഇതു മുതൽ ഇതുവരെയുള്ള ലെങ്ത് എന്താണ് എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? ആസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് പറയാം. അപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓർക്കണേ, എന്താണ് എക്സ്, എന്താണ് വൈ, എന്താണ് ഇസഡ്? ആ വെക്ടറിൻ്റെ എക്സിലേക്കുള്ള കമ്പോണൻറ്റ്, വൈയിലേക്കുള്ള കമ്പോണൻറ്റ്, ഇസഡിലേക്കുള്ള കമ്പോണൻ്റ് ആണ് എക്സ് വൈ ഇസഡ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ സാധാരണ രൂപത്തിൽ ആറിനെ വെക്ടോറിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അവനെ ആർ എക്സ് ഐ പ്ലസ് ആർ വൈ ജെ പ്ലസ് ആർ ഇസഡ് കെ എന്ന് പറയുന്നതിൽ തെറ്റില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ടെങ്കിൽ അവനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലെ റെക്റ്റാങ്കുലർ കമ്പോണൻസുകളായിട്ട് നമുക്ക് തിരിക്കാം. അതിനെ എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ ഇസഡ് കെ എന്ന് നമുക്ക് വിളിക്കാമെന്നാണ് ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കണം, ഒരു കോർഡിനേറ്റ് പറയുന്നു, സേ ദ പി പോയിന്റ് as 1 2 3. What is the position vector? It is so simple. It is equal to 1 x x x x into y plus yes yj 2j plus as a 3k. It is the very important concept. How we can find its magnitude? That modulus of r is equal to root of as 1 square plus 2 square plus 3 square equal to as a 1 plus 4 plus 9. So you get the value as root 14 units. വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട്, ആ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ എന്ന് ഓർത്തിരിക്കുക. So that is the position vector. So position vector means the location of a point from origin. If the location coordinate is x, y, z, that position vector is xi plus yj plus zk. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട അടുത്ത പോയിന്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. So we can represent it as a D. So നമുക്കൊരു സിറ്റുവേഷൻ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്താലേ, suppose the first position as P1 with the coordinate as x1, y1, z1, and another point as P2 with the coordinate as x2, y2, and z2. See, the position vector we can write as R1, and the second position, the final position vector as R2. Our aim is to find what is the displacement. The displacement is nothing but we know the simply the final position minus R2 minus R1. We can sense in another way like that. So the displacement vector is actually this one. So that is D. നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ മനോഹരമായ ട്രയാങ്കിൾ ഒന്നുകൂടെ ഓർത്താൽ, അവിടെ R1ഉം Dയും എന്ന് പറയുന്നത് ഒരേ ഡയറക്ഷനിലെ വെക്ടറുകളാണ്, ഒരേ ഓർഡറിലുള്ള വെക്ടറുകളാണ്. അപ്പോൾ നമുക്ക് നിയമപ്രകാരം ട്രയാങ്കിളിലോ പറയുന്നത് ഒരേ ഓർഡറിലുള്ള വെക്ടറുകളുടെ സം എന്ന് പറയുന്നത് റിവേഴ്സ് ഓർഡറുമായിട്ട് നമുക്കതിനെ റിസൾട്ടൻ്റ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്ന് പറയുന്നത് നമ്മൾ എഴുതിയത് തന്നെ കിട്ടിക്കഴിഞ്ഞു, R2 മൈനസ് R1. അത് ഓർത്ത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഫൈനൽ മൈനസ് ഇനിഷ്യൽ. R2വിൻ്റെ കോർഡിനേറ്റ് x2, y2, z2 ആണെങ്കിൽ നമുക്ക് R2വിനെ നമുക്ക് എങ്ങനെ എഴുതാം? x2i പ്ലസ് y2j പ്ലസ് z2k മൈനസ് R1. R1 എന്താണ്? x1i പ്ലസ് y1j പ്ലസ് z1k. So we can just communicate that I coordinate, j coordinate, and the k coordinate. So we can write as x2 minus x1 into I plus y2 minus y1 into j, z2 minus z1 into k.
So that is what is called the displacement vector. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സിമ്പിളായിട്ട് റുഡാഫ് നേരത്തെ പറഞ്ഞ അതേ ആസ്പെക്റ്റ് ഉപയോഗിക്കുക. x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ദ ഹോൾ സ്ക്വയർ. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് വളരെ ശക്തമായിട്ട് നമ്മുടെ മനസ്സിൽ വരട്ടെ. അത് ബേസ് ചെയ്തിട്ട് നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമ്മുടെ പൊസിഷൻ വെക്ടറും ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറും നമുക്ക് വളരെ കൃത്യതയോടെ മനസ്സിലേക്ക് എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, നോക്കൂ. Question is this one. An ant moves from say P1 1 2 2 to the second position as P2 2 3 4. So an ant moves from the position P1 to P2. Then find, at first we have to calculate, represent the position vectors of P1 and P2. And the second point, the second one, find the displacement vector. Find the displacement vector. The third one, find the magnitude of displacement vector. The fourth one, represent the unit vector along the displacement vector. So that is a d cap. So we have to answer for the four questions. A simple question, but it is a base. So at first one, we have to represent the position vectors of P1 and P2. So that is R1 and R2. So R1 is what? We know the concept as x1i plus y1j plus z1k. So simply we can write that x1i plus y1j is what? 1 into I. So I plus 2j plus 2k. Similarly, the second position vector as R2. In formula, we can write as x2i plus y2j plus z2k. But it is equal to, here, 2i plus 3j plus 4k. Reason, we know the coordinate as 2, 3, 4. But at the second question is to find the displacement. So displacement vector, we know the concept as x2 minus x1 into I, y2 minus y1 into j, z2 minus z1 into k. That is equal to 2 minus 1, that is I, plus 3 minus 2, that is j, plus 4 minus 2, that is 2k. So we get the value as a displacement. But in short, we can write it is the x component, the y component, plus the z component, dzk. Reason, the third question is, what is the magnitude of d? So simply, it is nothing but equal to dx square plus dy square plus dz square. By using that one, it is equal to root of dx square is what? So here it is a 1. So 1 square plus dy square plus 2 square. That is equal to 1 plus 1 plus 4. So you get the value as root 6 units. So simply we can find what is the unit vector. In formula, you know, the vector d division by the modulus of d.
So d vector is what? It is I plus j plus 2k, that division by that root 6. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. So students, please go through the fundamentals so carefully. Then only we can um, uh, solve the problems so easily. So take care. God bless you.